ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പറ്റുന്നത് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ വന്നത് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ദോശ വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് പൊടി 3 വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം 1/4 ഗ്ലാസ് തൈര്, അധികം പൊടി ഇല്ലാത്ത തൈരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിലുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് 1/4 സ്പൂണ് ഇനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി. ഇതിന് ശേഷം നമുക്ക് വെള്ളമാണ്, തരിയാടെ വെള്ളം. ഞാനപ്പോൾ തൈരെടുത്ത ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെള്ളം പോരാ, നമുക്ക് ഇതൊരു ദോശയുടെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ റവക്കല്ല, അപ്പോൾ അതിൻ്റെ ജാറിൻ്റെ അടിയിലൊക്കെ പെട്ടെന്നത് പറ്റി പിടിച്ചിട്ടുണ്ടാവും, അറിയാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കണ്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ അത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. കാരണം ഇത് റവ അതിൻ്റെ അടിയിൽ പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല അതിൻ്റെ ഒരു അറിയാനുള്ള പാകത്തിലാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് അടച്ച് വെച്ചിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ അവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ദോശയുടെ മാവിൻ്റെ പരുവം എങ്ങനെയാണ് അതുപോലെ മതി കേട്ടോ. ഓവർ ലൂസ് പാടില്ല. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ അത് റെഡി ആയി കിട്ടില്ല. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ. നമ്മുടെ ദോശയുടെ കറക്റ്റ് എങ്ങനെ പരുവം, വെള്ളം ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം അപ്പം തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതായത് നമുക്ക് ദോശയുടെ മാവ് എങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന ആ രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. നല്ല വലുപ്പം, ഇത്ര സൈസ് നമുക്ക് ഇത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. പിന്നെ നല്ല കനം കുറഞ്ഞ രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗീയോ നിങ്ങൾക്ക് ഓയിലോ എന്താ വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ആ ദോശ മേലൊക്കെ എല്ലാവർക്കും പരത്തി കൊടുക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ ഗീയോ ബട്ടറോ എന്താണെങ്കിൽ നമുക്ക് അതിന്മേൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അതിങ്ങനെ ദോശ ആയി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ മറിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അതാ 2 സൈഡ് നമുക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒന്നുകൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ആ ഗീയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞ് പോലെ ഉണ്ടാവും കേട്ടോ. അതെ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം, അത്രയേ ഉള്ളൂ. അടുത്തതും ഇതുപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൈസ് വേണിച്ചാൽ അത്രയും പരത്തിക്കുക. നല്ല നൈസാക്കി വലുതാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചൂടോടെ തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അതായത് ഒഴിച്ച് കൊടുക്കുക. ഞാനും അല്ലാതെ അങ്ങോട്ട് കാണിക്കുന്നില്ല. ഇനി അതേപോലെ തന്നെ നന്നാവുമ്പോൾ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ തലേ ദിവസം അരി കുതിർക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിടാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ് കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. രാത്രിക്കും ഇത് കഴിക്കാം നമുക്ക്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഗീയോ കുട്ടികൾക്കാണെങ്കിൽ ഗീയോ ബട്ടറൊക്കെ തേച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. വെറുതെ കഴിക്കുക, കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്നിയോ ചിക്കൻ കറിയോ ബീഫ് കറി എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ല മാച്ചാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.